ഓക്കെ ആണോ? രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തെ ചൊല്ലി വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. അതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് പ്രതികരിക്കേണ്ടിയും വന്നു. അല്ല, അത് നിങ്ങളത് വലിയ വാർത്തയാക്കി. എന്താ സംഭവം? എന്താ വലിയ വാർത്തയാക്കേണ്ടതിന്റെ എന്ത് കാരണം ഉണ്ടായത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് അത് പറഞ്ഞത്. കാരണം 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ KC വേണുഗോപാൽ കൂടി ആലപ്പുഴയിലുള്ള സാഹചര്യത്തിൽ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പത്രസമ്മേളനം വൈകുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് YMCA ഒരു പരിപാടിയിൽ ഒരു MV പേരിലുള്ളൊരു ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ സ്വല്പം വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. നിങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ലല്ല, അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും, ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പൊ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് കണ്ടിട്ട് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെ അത് 11:05 വന്നിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. 10:55 വന്ന് പത്രസമ്മേളനം നടത്താമോ? നിങ്ങൾ ആലോചിക്കേ. അപ്പൊ ഞാൻ ആ കറക്റ്റ് 11:05 എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ്. അവിടെ ഞാൻ 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുള്ളൂ. പാഞ്ഞു വരുവാണ്. അപ്പൊ അദ്ദേഹം അതിന് മുമ്പ് കയറി. ഞാനിപ്പോ എത്തിയെന്ന് വിചാരിച്ചിട്ട് എത്തി കയറി 27 അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങൾ വലിയ വാർത്തയാക്കി. അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവൻ എവിടെ പോയി കിടക്കണേന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി. സമ്മതിച്ചേ രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇവര് എന്റെ സഹപ്രവർത്തകരാ. ഇവര് ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച എന്നെക്കാൾ പ്രായത്തിക്കൊണ്ടാണ്. ഞാൻ പറഞ്ഞ കിട്ടിയ നിങ്ങൾ ഓടും. എന്ത് കല്ലേടി? അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോ ശ്രദ്ധിക്കും, ബൈക്കുള്ളതുകൊണ്ട്. അത് ഇവൻ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. ഞങ്ങൾ രാവിലെ വന്നതും ഇപ്പൊ നിൽക്കുന്നതുമാണ്. അല്ല, നിങ്ങള് നമുക്ക് ഇഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ. അല്ലല്ലേ, ആദ്യം എന്ത് വേറെ എന്ത് സംശയമുണ്ട്? പുതുപ്പള്ളിയിൽ എന്താ പറഞ്ഞത്? ഞാൻ പറയാം ആദ്യം. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞു. അല്ലല്ലല്ല, കോമഡി അല്ല. ഇതിപ്പോ നമ്മള് ഒരാളെ നമ്മൾ കാത്തിരിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വാചകം കൂടി പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയി. ഈ പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുവാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞത്. അല്ലല്ല, നിങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞ ഇപ്പൊ സിദ്ദിഖും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിക്കും. ഇപ്പൊ എത്തും. ഇനി നിങ്ങൾക്കറിയാലോ 10:55 പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എന്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത്. AC വേണുഗോപാല് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനു മുമ്പും ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച കുറെ കാര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ കാര്യമൊക്കെ പറയാൻ വിളിച്ചു. ഇതൊരു സഹോദര ബന്ധത്തിലുള്ള സംസാരത്തിനപ്പുറത്തേക്ക് സഹോദര ബന്ധമല്ല, സുഹൃത്ത് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്നത്. എന്തിന് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചല്ലേ മോശമായിട്ട് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ മോശം വാക്ക് എനിക്കെതിരെ ഉപയോഗിച്ചെന്ന് അത് അദ്ദേഹം വന്ന് ആദ്യം പറയട്ടെ. അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് വേറെയല്ലേ. ഈ വാർത്തകൾക്ക് ശേഷം അദ്ദേഹം താങ്കളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ എത്ര പ്രാവശ്യം ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ? സമരാഗ്നി വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോലെ ഞങ്ങൾ എത്ര നേരമാണ് ഒരുമിച്ചിരിക്കുന്നത്. ഇന്ന് ഒരുമിച്ച് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചോ? ഈ കാര്യമൊന്നും സംസാരിച്ചില്ല. ഈ കാര്യം ഭയങ്കര വാർത്ത വരണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്ത് ഞാൻ അതിലെന്താ വാർത്ത ഇരിക്കണമെന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട്. അത്രേ ഉള്ളൂ. അത് പുള്ളി ചോദിച്ചാൽ എനിക്കും മനസ്സിലായില്ല. വാർത്ത വന്നുകൊണ്ട് അദ്ദേഹം വന്ന് നിങ്ങളോട് പറയില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ വലിയ വാർത്ത വന്നു, വലിയ വാർത്തയായി. നിങ്ങൾ വേണേ ആക്കിക്കോ. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ രണ്ടുപേരും കൂടി നടത്തേണ്ട ഒരു കാര്യം. ഞാൻ വഴിയില്ലേ, അദ്ദേഹം അവിടെ വന്നിരുന്നിട്ട് 5-10 മിനിറ്റ് ആയി, അല്ല 5 മിനിറ്റ് കൂടുതലായി. ഇവരെവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അതിനെന്താണ്